കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നഷ്ടമാകുന്ന ചില സമയങ്ങളുണ്ട്. പലപ്പോഴും നാം അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. വചനം നമ്മെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 9-10 വചനങ്ങളാണ്. ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് മനുഷ്യർക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മെക്കൊണ്ട് സാധിക്കുന്ന സഹായം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. നാം നമ്മുടെ ഹൃദയം അടച്ചു പോയാൽ, നമ്മുടെ സഹായം ആവശ്യമുള്ള സഹോദരങ്ങളെ കണ്ടിട്ട് കാണാതെ പോയാൽ, അവരുടെ അവശതകളിൽ നമുക്ക് സഹായിക്കാൻ കഴിയാതെ പോയാൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നീ അവന് ഉദാരമായി കടം കൊടുക്കണം, അതിൽ ഗതിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ നാം ഒരു അവസരം ദൈവത്തിന് കൊടുക്കണം. നമുക്കതിന് അർഹത നേടിയെടുക്കുന്നത് നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ്. നാം സത്യത്തിൽ ഒരു സഹോദരനെ സഹായിക്കുമ്പോൾ അതിന് 100 മടങ്ങ് അനുഗ്രഹം ദൈവം നമുക്ക് നൽകുകയാണ്. അതിനാൽ ഒരിക്കൽ പോലും ഒരാളെയും സഹായിക്കാതെ നാം വിട്ടുകളയരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഹായം ആവശ്യമുള്ള ഒരാളെ പോലും ഉപേക്ഷിക്കാതെ അവർക്കെല്ലാം സഹായം നൽകുവാൻ പ്രാർത്ഥന കൊണ്ടാകാം, സ്നേഹം കൊണ്ടാകാം, വാക്കുകൊണ്ടാകാം, ഞങ്ങളുടെ ശക്തി കൊണ്ടാകാം, ഞങ്ങൾക്ക് സാധിക്കുന്ന സാമ്പത്തിക സഹായമാകാം. അങ്ങനെ അവരൊക്കെ സഹായിക്കുവാൻ കർത്താവെ വലിയ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്നാണെൻ്റെ ദൈവം, ഞാനങ്ങയെ തേടുന്നു. ദൈവമേ, അവിടുന്നാണെൻ്റെ ദൈവം, ഞാനങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ. എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു, എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, അവിടുന്നാണെൻ്റെ ദൈവം, ഞാനങ്ങയെ തേടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.